നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചതാണ്. വയനാടിൻ്റെ തുരങ്കപാത, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പണികൾ ഇപ്പോൾ മേപ്പാടിയിൽ ആരംഭിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാഴ്ച തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഒരു ബദൽ പാതയുടെ സാധ്യതകളും സംസ്ഥാനം തേടുന്നത്. അതായത് വയനാട്ടിലേക്ക് മറ്റൊരു പാത കൂടി, ഒരു വഴി കൂടി വെട്ടുകയാണ് നമ്മൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിങ്ങനെ പരിശോധിക്കുക മാത്രമല്ല, അതിന് നടപടികൾ വേഗത്തിലാക്കുന്നു എന്നതാണ് ഇപ്പോൾ മുൻപിലുള്ള പ്രധാനപ്പെട്ട വാർത്തയായി എത്തുന്നത്. വയനാട് യാത്രയ്ക്ക് ഒരു ബദൽ പാത കൂടി പുതുജീവൻ വയ്ക്കുന്നു. ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബദൽ പാതയ്ക്ക് DPRന് ദേശീയപാത അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചു. തുരങ്കപാതയ്ക്കൊപ്പം തന്നെയാണ് ബദൽ പാതയും ഒരുങ്ങുന്നത്. തുരങ്കപാതയ്ക്കൊപ്പം മറ്റൊരു ബദൽപാതയ്ക്ക് കൂടിയാണ് തുടക്കമാകുന്നത്. വയനാടിനെ പോലെ തന്നെ തിരുവമ്പാടിയുടെയും ഏറെ നാളായുള്ള ആഗ്രഹമാണ് ചുരം ബദൽപാത. ചുരം ബദൽപാതയായ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡ് ഉൾപ്പെടുന്ന മലാപ്പറമ്പ് മുത്തങ്ങ നാലുവരിപ്പാതയുടെ DPRനാണ് ദേശീയപാത അതോറിറ്റി ടെൻഡർ ക്ഷണിച്ചത്. നേരത്തെ രണ്ടുവരിപ്പാത നവീകരണത്തിനാണ് ശ്രമിച്ചിരുന്നത് എങ്കിലും പിന്നീട് നാലുവരിയായി നിശ്ചയിക്കുകയായിരുന്നു. 2-വേ സംവിധാനം ഉൾക്കൊള്ളുന്ന രീതിയിലാവും നിർമ്മാണമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഇടപെടലിന്റെ ഫലമാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നാലുവരിപ്പാത നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരുന്നതിന് പിന്നിൽ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വയനാട് ചുരത്തിനൊരു ബദൽ എന്നത് പുതിയൊരു ആശയമായി വരികയാണ്. അതിന്റെ ഭാഗമായി 2-വേ സംവിധാനം നടപ്പിലാക്കുന്ന വിധത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയും തയ്യാറാവുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ചിപ്പിലിത്തോട് ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് സെപ്റ്റംബർ 7-ന് ബിഷപ്പ് ഹൌസിൽ അവലോകന യോഗം ചേർന്നിരുന്നു. പിന്നീട് കോടഞ്ചേരി, പുതുപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളുടെ അനുമതി പത്രവും ലഭ്യമാക്കി. ചിപ്പിലിത്തോട് ചുരം ബൈപ്പാസിനൊപ്പം കൊടുവള്ളി, താമരശ്ശേരി, മീനങ്ങാടി, ബത്തേരി എന്നിവിടങ്ങളിലും ബൈപ്പാസുകൾ ഉണ്ടാകും. ഇതോടെ ചുരം പാതയുടെ സംരക്ഷണത്തിനും ഗതാഗതക്കുരുക്കിനും വലിയൊരു പരിഹാരമാകും. കൈരളി ന്യൂസ്, കോഴിക്കോട്.